ഞാൻ ഏതൊക്കെയോ ലൈവ് ചെയ്തുകൊണ്ടിൻ്റെ ഇടയ്ക്ക് വെച്ച് എനിക്ക് ഒരുപാട് സജഷൻ കിട്ടിയായിരുന്നു. ഡു എ ട്യൂട്ടോറിയൽ വീഡിയോ. സോ നമ്മൾ ഇന്നൊരു ഫുൾ ട്യൂട്ടോറിയൽ, ഇന്നത്തെ ഒരു വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ബട്ട് ഒരു സീരീസ് നമ്മൾ തുടങ്ങുകയാണ്. ഫുൾ ട്യൂട്ടോറിയൽ സീരീസ്. ദാറ്റ് ഈസ്, നമുക്ക് ഈ ഒരു മൈൻക്രാഫ്റ്റ് അറിയാത്ത ഒരാൾ വന്ന് ഈ ഒരു സീരീസ് ഫുൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മൈൻക്രാഫ്റ്റ് എന്തൊക്കെയാണെന്ന് പഠിച്ചിരിക്കും. സോ അതാണ് സീരീസ്. സോ ഇന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ ബേസിക്സ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. സോ ഇതിൽ നമ്മുടെ എല്ലാ ടൈപ്പ് ഓഫ് ഫാമിൻ്റെയും നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സോ നമുക്ക് നേരെ സീരീസിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു മൈൻക്രാഫ്റ്റ് ട്യൂട്ടോറിയൽ സീരീസ് ആണ്. സോ ഇറ്റ്സ് എ ക്രിയേറ്റീവ് സീരീസ്. സോ നമ്മൾ ഇതിൽ ഓരോരോ ബേസിക്സ് ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. സോ നമുക്ക് തന്നെ നേരെ വീഡിയോയിൽ കിടക്കാം. മൈൻക്രാഫ്റ്റിൻ്റെ നട്ടലായ ബേസിക്കായ ഒരു സംഭവമാണ് വുഡ് മൈനിങ് ഇൻ ദ സ്റ്റാർട്ടിങ്. സോ നമ്മൾ അങ്ങനെ വുഡ് മൈൻ ചെയ്തു. സോ നമുക്ക് വുഡ് മൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ലോഗായിരിക്കും നമുക്ക് ആദ്യം കിട്ടുന്നത്. ഇത് വെച്ച് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പല ടൈപ്പ് ഓഫ് ബയോമിലായിരിക്കും സ്പോൺ ആകുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും വുഡ് യൂസ് ചെയ്യാം. ഓക്ക് വേണമെങ്കിൽ ഓക്ക്, സ്പ്രൂസ്, ജംഗിൾ, അതേ ബ്രിച്ച്, മാംഗ്രോവ്, ഡാർക്ക് ഓക്ക്, ചെറി ബ്ലോസം ആൻഡ് പെയിൽ ഓക്ക്. സോ ഇത്രയും നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി. ഈ ലോഗ് നമ്മുടെ ഇൻവെൻട്രിയിലുള്ള ഒരു ക്രാഫ്റ്റിംഗ് സ്ലോട്ടിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാങ്ക് എന്ന് പറയുന്നൊരു സാധനം കിട്ടും. അതായത് ഇതിൻ്റെ ഇതേപോലെ ഓരോ ലോഗിനും ഓരോ ടെക്സ്റ്റാണ്. നമ്മുടെ റോക്ക് ലോഗിന് ഈ ഒരു ടെക്സ്റ്റാണുള്ളത്. സോ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇത് വെച്ചാണ് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുന്നത്. ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾക്ക് 4 പ്ലാങ്ക് വേണം. ആ പ്ലാങ്ക് നിങ്ങളുടെ ഒരു ഇൻവെൻട്രിയിലെ ആ ഒരു സ്ലോട്ടിലേക്ക് 4 ഇങ്ങനെ കോണിലായിട്ട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സാധനം കിട്ടുന്നതായിരിക്കും. ഇതാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇതിൽ വെച്ച് നിങ്ങൾക്ക് മിക്ക ഐറ്റങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. സോ ലെറ്റ് മീ ഷോ ദാറ്റ്. നട്ടലിന്ന് വരുന്ന റിബ് മാതിരിയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ മൈനിങ്. നമ്മൾ നട്ടലാന്ന് പറഞ്ഞത് നമ്മുടെ ലോഗാണെങ്കിൽ അതിൻ്റെ തന്നെ അടുത്തൊരു പാർട്ട് തന്നെയാണ് നമ്മുടെ ഒരു മൈനിങ്. നമ്മൾ ഈ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കി നമ്മുടെ കയ്യിലുള്ള ഈ ഒരു പ്ലാങ്ക് വെച്ച് നമുക്കൊരു പിക്കാക്സ് കിട്ടും. കുറച്ച് താഴോട്ട് നിങ്ങൾ ഇങ്ങനെ കുഴിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ ഇതേപോലത്തെ ഒരു ഗ്രേ കളർ സാധനം കണ്ടുപിടിക്കുന്നതായിരിക്കും. അത് നിങ്ങൾ ഈ ഒരു പിക്കാക്സ് വെച്ച് കുഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങളൊരു ജാവ പ്ലെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഡ്വാൻസ്മെൻറ്റും കാണിക്കും. അതേപോലെ കിട്ടുന്ന ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് കൊബിൾ സ്റ്റോൺ എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു കല്ലാണ്. സോ ഇത് നിങ്ങൾ അത്യാവശ്യം എടുത്തുകൊണ്ട് വരിക. ഇത് നിങ്ങളൊരു 64 അല്ലെങ്കിൽ ഒരു 10-30 എണ്ണം എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിക്കാക്സ് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളുടെ ടൂൾസ് എല്ലാം നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ടൂൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കി ഇത് വെച്ച് സ്പിയർ ഉണ്ടാക്കാം, സ്വോർഡ് ഉണ്ടാക്കാം, ആക്സ് ഉണ്ടാക്കാം. ഞാൻ ബെസ്റ്റ്ലി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഒരു പിക്കാക്സും ഒരു ആക്സും ഉണ്ടാക്കാനാണ്. വേറെ ഒന്നും നമുക്കിപ്പോൾ അത്യാവശ്യം ആവശ്യമില്ലാത്തതാണ്. സോ അത് വെച്ച് നിങ്ങൾക്ക് അത്യാവശ്യം വുഡെല്ലാം ഭയങ്കര ഫാസ്റ്റിൽ മൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ സ്റ്റോൺ ആണെങ്കിൽ നിങ്ങൾക്ക് പിക്കാക്സ് വെച്ച് ഫാസ്റ്റിൽ മൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. മൈൻക്രാഫ്റ്റിൽ ഓവർ വേൾഡിൽ തന്നെ 2 ഫേസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ പ്ലെയിൻസും, രണ്ടാമത്തേത് നമ്മുടെ കേവുമാണ്. സോ നമ്മൾ കേവിലോട്ട് ഇറങ്ങുമ്പോൾ ഇതേപോലത്തെ കുറേ ഓറ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് മാക്സിമം എല്ലാം കളക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് എന്തൊക്കെയാണ് ഞാൻ മേളിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഇതേപോലെ കേവിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് വൈകിട്ട് ഇരുട്ടൊക്കെ ആയിരിക്കും. അതിന് നിങ്ങൾക്ക് കുറച്ചധികം ഐറ്റം വേണ്ടിയാണ്. സോ നിങ്ങൾ മാക്സിമം എല്ലാ ഓറുകളും അതിൽ നിന്ന് കളക്ട് ചെയ്യുക. നിങ്ങളൊരു ചെറിയ കേവാണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന മെയിൻലി 2 ഐറ്റങ്ങളാണ്, കോളും അതേപോലെ അയണും. കോപ്പർ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കോപ്പർ ആർമറാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കോപ്പർ ചൂസ് ചെയ്യാവുന്നതാണ്. ബട്ട് എനിക്ക് കോപ്പറിന് അത്ര ഇതില്ല. അതുകൊണ്ട് അയണും കോളുമാണ് പറയുന്നത്. നിങ്ങൾക്ക് കോപ്പറിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ വേണമെങ്കിൽ ഞാനതും ചെയ്യാവുന്നതാണ്. സോ ഇപ്പോൾ നമ്മൾ ഇത്ര ഐറ്റം നമ്മൾ കളക്ട് ചെയ്യുക. അതേപോലെ ഈ അയൺ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോൺ പിക്കാക്സ് വെച്ച് മാത്രമേ നിങ്ങൾക്ക് മൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ അയൺ നിങ്ങളിങ്ങനെ സ്റ്റോൺ പിക്കാക്സ് വെച്ച് മൈൻ ചെയ്ത് കിട്ടുമ്പോൾ റോ അയൺ എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾ സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അത് സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടത് കരിയാണ്. അതും വെറും കരിയല്ല, കൽക്കരിയാണ്. സോ അത് നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു കറുത്ത സാധനത്തിൽ നിന്ന് കിട്ടുന്നതാണ്. കോൾ എന്നാണ് അതിൻ്റെ പേര്. അത് നിങ്ങൾ മാക്സിമം കളക്ട് ചെയ്തുകൊണ്ട് വരിക. അത് വെച്ച് നിങ്ങൾക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന മൈനിങ്ങിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ കുറച്ച് ഒരു 8 കല്ല് വെച്ച് നിങ്ങൾക്കൊരു ഫർണസ് ഉണ്ടാക്കാൻ വരുന്നതാണ്. അത് നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ ഏതെങ്കിലും ഷെയ്ഡറൊക്കെ ആഡ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോർച്ച് ഇല്ലാതെ തന്നെ കേവ് മൈനിങ്ങിന് പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം കോൾ കിട്ടുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റുന്നത്. ടോർച്ച് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇനി അല്ലാതെ ഇത് വെച്ച് നിങ്ങൾക്ക് ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ആ ടോർച്ചും കൊണ്ട് കേവിലോട്ട് ഇറങ്ങി നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കേവിൽ ഇങ്ങനെ ചെന്നിട്ട് ടോർച്ചൊക്കെ അവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നല്ല വെട്ടം കിട്ടുന്നതാണ്. പിന്നെ നിങ്ങളിപ്പോൾ താഴെ കണ്ട ഒരു മൂവിനെ പറ്റിയൊക്കെ എനിക്ക് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന ഒരു സംഭവമാണ്. അല്ല, നിങ്ങൾ ഷെയ്ഡർ ഒന്നും ഇല്ലാതെ കളിക്കുന്നൊരു പ്ലെയർ ആണെങ്കിൽ നിങ്ങൾ ഫർണസ് വന്നിട്ട് ഇതേപോലെ നിങ്ങളുടെ 3 ലോഗും കുറച്ച് സ്റ്റിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കത്താൻ പറ്റുന്ന എന്തെങ്കിലും ഐറ്റം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാർക്കോൾ എന്ന് പറയുന്നൊരു സാധനം കിട്ടുന്നതായിരിക്കും. അത് വെച്ചും നിങ്ങൾക്ക് ടോർച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്.
സെയിം പ്രൊസീജിയർ തന്നെയാണ്. 2 സ്റ്റിക്കും അതേപോലെ തന്നെ ഒരു ചാർക്കോളും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോർച്ച് കിട്ടുന്നതാണ്. എന്നിട്ട് അടുത്ത ഫർണസിൽ നിങ്ങൾ കുഴിച്ചെടുത്ത റോ അയണും അതേപോലെ കോളും വെച്ച് നിങ്ങൾ കത്തിക്കുക. എന്നിട്ട് നിങ്ങൾ കത്തിക്കഴിയുമ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് ഉടുപ്പും നിക്കറും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതായത് ചെസ്റ്റ് പ്ലേറ്റ്, ലെഗിൻസ്, അതേപോലെ ഹെൽമെറ്റ്, ബൂട്ട്, ഇത്രയും സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിയും. നിങ്ങൾ ഫുള്ളി ഗിയർഡ് ആവും. നിങ്ങളുടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഓഫ് മൈൻക്രാഫ്റ്റ് അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം മൈൻക്രാഫ്റ്റ് കിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങൾക്ക് അയൺ കിട്ടില്ല യാതൊരു കാരണം കൊണ്ടും പേടിക്കേണ്ട. ഇതേപോലത്തെ കോപ്പർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് നിങ്ങൾ മൈൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചും ഈ ഒരു സെയിം പ്രൊസീജിയർ, അതായത് കൊണ്ട് ഫർണസിൽ വന്ന് കുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കോപ്പർ ഇങ്ങോട്ട് ഇടുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് ആർമർ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇതേ നിങ്ങളിങ്ങനെ മൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ റോ കോപ്പർ എന്ന് പറയുന്ന സാധനങ്ങൾ കിട്ടുന്നതാണ്. അത് വെച്ച് നിങ്ങൾ ഇങ്ങനെ ഫർണസ് ചെന്നിട്ട് നിങ്ങളാണെങ്കിൽ കത്തിക്കാൻ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോപ്പർ ഇങ്ങോട്ട് കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ സ്റ്റോൺ ടൂൾസിലാണേ ഉള്ളതെങ്കിൽ നിങ്ങൾ എല്ലാം അത് അയൺ ടൂൾസിലേക്ക് മാറ്റേണ്ട സമയമായിരിക്കുന്നു. നിങ്ങൾ പിക്കാക്സും അതേപോലെ ആക്സും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പിയറും ശവലും ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. സ്പിയറും സ്വോർഡും ഹോയും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതേപോലെ ആയിരിക്കും അത് ഉണ്ടാക്കേണ്ടത്. കുറച്ചധികം സ്റ്റിക്കും മതി. ഇവിടെ റെസിപ്പി ബുക്കിൽ നിങ്ങൾക്ക് അത് കാണിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ ഒരു ഷീൽഡും ഉണ്ടാക്കേണ്ടതാണ്. ഷീൽഡ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് പ്ലാങ്കും അതേപോലെ ഒരു അയൺ ഇങ്ങോട്ടും മതി. അത് നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡിലേക്ക് വെക്കുക. ലെഫ്റ്റ് ഹാൻഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എവിടെയെങ്കിലും എനിമിയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ലെഫ്റ്റ് ഹാൻഡിലേക്ക് വെക്കുന്നത് ഇങ്ങനെയാണ്. സോ ഇത്രയും ചെയ്താൽ മതി, സുഖമാണ്. ഇത്ര നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം ഇരുട്ടാകും. സോ അതിനു മുമ്പ് തന്നെ നിങ്ങളൊരു കുഴി കുഴിച്ചാൽ കുഴിക്കകത്തിലിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു എവിടെ നിന്നും സോംബിയുടെയും അതിൻ്റെ ഇതിനെ കടിയൊന്നും കൊള്ളാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. അല്ല നിങ്ങൾ അത്യാവശ്യം PvP ഗോഡാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് തന്നെ നിന്ന് ഇതെല്ലാം ചെയ്യുന്നതാണ്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നൈറ്റ് സ്കിപ്പ് ചെയ്യാമെന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡയറക്ഷൻ നോക്കി നിങ്ങൾ എന്നിട്ട് നടക്കുക. അപ്പോൾ നിങ്ങൾ ഇതേപോലെ താഴെ ഓറഞ്ച് കളറിലൊരു സാധനം കാണുന്നതായിരിക്കും. അത് നിങ്ങളിങ്ങനെ പൊട്ടിക്കാൻ നിൽക്കേണ്ട, പൊട്ടിച്ച് കഴിഞ്ഞാൽ വലിയ ഗുണമൊന്നുമില്ല. അത് അന്നേരം നിങ്ങൾ അത് കണ്ട ഡയറക്ഷനിലേക്ക് തന്നെ നിങ്ങൾ നടക്കുക ഗൈസ്. ഇപ്പം ഞാനിത് ഇങ്ങോട്ടാണ്, അതിലാണ് വന്നത്. അവിടെ ഒന്നും വില്ലേജ് കണ്ടില്ല. അതേ ഗൈസ്, ഇവിടെ ഒരു വില്ലേജ് ഞങ്ങൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു വില്ലേജ് എന്ന് പറയുന്ന സംഭവം. ഇത് നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ കണ്ട ഒരു ടൗണാണെന്ന് ഫീൽ ചെയ്യും, ബട്ട് ഇറ്റ്സ് എ വില്ലേജ് ഗൈസ്. ആൻഡ് ഇവിടെ ഒരു കുറച്ച് അവന്മാരുണ്ട് ഗൈസ്. ഇവന്മാരെയൊക്കെ നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട്. സോ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൺ ദ വേ ആണ് ഗൈസ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവന്മാരെ വന്ന് തല്ലല്, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നൊന്നും ചെയ്യാതിരിക്കുക. ഇവിടെ ഇവന്മാരുടെ വീട്ടിൽ കുറച്ച് ബെഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ആ ബെഡിൻ്റെ ഒക്കെ കാര്യം ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ പറയുന്നതാണ്. ആ ഒരു ബെഡിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൻഡ് ചെയ്ത് വെക്കുക. അതെല്ലാം നമ്മൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്. ആൻഡ് ഇവിടെ ഒരു അണ്ണനുണ്ട്. ഈ അണ്ണനെ നിങ്ങൾ ചൊറിയാതിരിക്കുക. ചൊറിഞ്ഞാൽ നിങ്ങളുടെ മരണം ഉറപ്പാണ്. ഈ കാണുന്നതാണ് അണ്ണൻ. അണ്ണനെ കയറി അടിച്ചു കഴിഞ്ഞാൽ അണ്ണൻ ഇതേപോലെ നമ്മളെ അടിച്ച് ഏറി കയറ്റുന്നതാണ്. നമ്മൾ അപ്പോൾ തന്നെ ചാവുന്നതാണ്. സോ ഇവൻ്റെ പേരാണ് അയൺ ഗോളം. സോ പിന്നീട് നിങ്ങൾ ഈ ഒരു വില്ലേജിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ മഞ്ഞ നിറത്തിലെ ഓരോ കെട്ടുകൾ കാണാം. ഇത് നിങ്ങൾ മാക്സിമം മൈൻ ചെയ്തെടുക്കുക. മൈൻ ചെയ്യുന്നത് ഹോവ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പം മൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ മൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഒരു 30-40 എണ്ണം അത് നിങ്ങൾ വില്ലേജിൽ ശരിക്കും കയറി ഇറങ്ങി നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു വീറ്റ് നിങ്ങൾക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് ബ്രെഡ് ആക്കാൻ പറ്റുന്നതാണ്. എനിക്ക് ഏകദേശം 1 സ്റ്റാക്ക് ഹേബേലിൽ നിന്ന് ഏകദേശം 9 സ്റ്റാക്കോളം വീറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് 3 സ്റ്റാക്കോളം ബ്രെഡും കിട്ടുന്നതാണ്. സോ ഇത് വെച്ച് നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് ടൈം, അതായത് നമ്മളൊരു 10 ഇൻ ഗെയിം ഒരു 50 ദിവസത്തോളം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും ഈ ഒരു 3 സ്റ്റാക്ക് ബ്രെഡ് വെച്ച്. നിങ്ങൾക്കതിങ്ങനെ കഴിക്കാനും പറ്റും. സോ ഇതാണ് ഇപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ ഫസ്റ്റ് ഇൻ്റർഫേസ്. അതായത് നമ്മുടെ ഒരു മൈൻക്രാഫ്റ്റിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അത്യാവശ്യം നമുക്ക് ഫുഡിനും സ്റ്റേബിൾ ആയിട്ടുണ്ട്, അതേപോലെ ആർമറും സ്റ്റേബിൾ ആയിട്ടുണ്ട്. സോ ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഫാമിങ്ങിലേക്കാണ് നമ്മൾ നടക്കുന്നത്. സോ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ. Yeah, I'm the king when I'm in the rain. Got my G when I'm in the van. Gone link pics on a middleman. Ain't nothing but a gold thing.